വീണ്ടും അങ്ങനെ ഒരു ഉള്ളിക്കാലം. ഉള്ളിക്ക് വില കയറുകയാണ്. പക്ഷേ കർഷകർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ടോ? എന്തുകൊണ്ട് ഉള്ളിയുടെ വില കയറുന്നു? അങ്ങനെ നമ്മളിപ്പോൾ ചെങ്കോട്ടയിൽ ഒരു കർഷകരുടെ അടുത്തേക്ക്, ആ കൃഷി നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ അന്വേഷണവുമായി ഇറങ്ങിയത്. തെക്കൻ കാറ്റും പശ്ചിമഘട്ട മഴയും അളവിൽ കിട്ടുന്നു. നാടൻ ഉള്ളിക്കൃഷി പാടത്ത് സജീവം. 1 മാസം പ്രായമായ ചെറിയ ഉള്ളിയുടെ പച്ചപ്പാണിപ്പോൾ. ഈ ചെങ്കോട്ട കാഴ്ച. പാടങ്ങളിൽ കളപറിക്കൽ തകൃതിയായി നടക്കുന്നു. ഇടക്കാല കൃഷി ഓണം വരെ തുടരും. വളത്തിന് ഉയർന്ന വിലയും വൈദ്യുതി നിരക്കും കർഷകർക്ക് വെല്ലുവിളി ഉയർത്തുന്നു. വിളവെടുപ്പ് സമയത്ത് നാടനുള്ളി വിലയിൽ 100-ൽ എത്തിയാൽ കർഷകർക്ക് ലാഭം കിട്ടും. കഴിഞ്ഞ കൃഷിയിൽ 1 ലക്ഷം രൂപ ചിലവ്, 1 ലക്ഷം രൂപ വരവും. ലാഭമില്ല. പാടത്ത് വിയർത്ത് പണിയെടുത്തും മുതൽ മുടക്കിയും വെറുതെയായി. ചെറുതെങ്കിലും നേട്ടം കർഷക തൊഴിലാളികൾക്ക്. ദിവസം 250 രൂപ. ആഴ്ചയിൽ 4 ദിവസത്തെങ്കിലും തൊഴിൽ കിട്ടും. കേരളത്തിൽ വില ഉയരുന്നതിൻ്റെ ഗുണം ചെറിയ തോതിലെങ്കിലും തങ്ങൾക്കും ലഭിക്കുമെന്ന് ചെങ്കോട്ടയിലെ ഉള്ളി കർഷക വെള്ളത്തായി പറയുന്നു. வெள்ளத்தாய், இது வந்து நாட்டுள்ளி தானே இது? நாட்டுள்ளி. இப்போ வந்து விலை எப்படி இது? நீங்கள் என்ன நினைக்கிறீங்க? என்ன எதிர்பார்க்குறீங்க? நல்ல இது கடை அறுவடை எங்களுக்கு 1 கிலோ 100 ரூபாய்க்கு இருந்தால் தான் எங்களுக்கு வந்து நல்லதாக இருக்கும். ஆமாம். இப்போ அதை விட கம்மியாக இருந்துச்சு அப்படின்னா நாங்கள் பார்க்க விவசாயத்துக்கு இந்த களை பறக்கிறவங்க வைக்கிறதுக்கெல்லாம் கட்டுப்படி ஆகாது. இப்போ இங்கே என்ன விலை போகுது? இப்போ இங்கே 60 ரூபா 70 ரூபா போகுது. ஆமாம். இந்த நாட்டுள்ளி. ஆமாம். அது ஹைப்ரிட்? ഹൈബ്രിഡ് അത് ഇതേ വില தான். ഒരേ വില. ആമാം. ഇവിടെ 2 തരം ഉള്ളി, നാടൻ ഉള്ളിയും ഹൈബ്രിഡ് ഉള്ളിയും. നാടന് 40 മുതൽ 50 രൂപ, ഹൈബ്രിഡിന് 60 രൂപയുമാണ് തമിഴ്നാട്ടിലെ റീറ്റെയിൽ വില. നമ്മൾ ഉള്ളിയുടെ വില സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുടെ അന്വേഷണം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ചെങ്കോട്ടയിലെ മാർക്കറ്റിലാണ്. ഇപ്പോൾ ആ മാർക്കറ്റിൽ ഇവിടെ ഉള്ളി വെച്ചിട്ടുണ്ട്. അത്ര സുഖകരമല്ല, പല ക്വാളിറ്റി ഉള്ളിയുണ്ട്. ഇതെന്നെ വില? இது 50 ரூபா இருக்குது, இது 60 ரூபா இருக்குது. அது ஏன் டிஃப்ரென்ஸ் ரேட். இது நாடன் உள்ளி, இது ஹைபிரிட். இது ஹோல்சேல் ரேட்டா? இது റീറ്റെയിൽ என்ன വില? റീറ്റെയിൽ ഇത് வந்து 45 വരും. കേരളത്തിൽ നാടന് 50-ഉം ഹൈബ്രിഡിന് 56-ഉമാണ് ഹോൾസെയിൽ വില. റീറ്റെയിൽ വിപണിയിൽ 75 വരെ. മഴ തുടർന്നാൽ ഉള്ളിവില സ്വർണ്ണവില പോലെ കുതിക്കും. മഴ കൃഷിയെ ബാധിക്കുമെന്ന് കണക്കുകൂട്ടലിൽ ക്ഷാമം മുൻകൂട്ടി കണ്ട് തീവട്ടിക്കൊള്ളയ്ക്കായി സ്റ്റോറുകളിൽ ഉള്ളി പതുക്കാൻ തുടങ്ങിയതായാണ് വിവരം. തമിഴ്നാട്ടിൽ 50 രൂപ 45 രൂപ വിലയുള്ള ഉള്ളി കേരളത്തിലേക്ക് എത്തുമ്പോൾ 100 രൂപയാണ് ഇപ്പോൾ റീറ്റെയിലിൽ ഈടാക്കുന്നത്. ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.